एकदन्तं महाकायं तप्तकाञ्चनसन्निभं लम्बोदरं विशालाक्षं वन्देऽहं गणनायकम्. വക്രതുണ്ട മഹാകായ സൂര്യകോടി സമപ്രഭ അവിഘ്നം കുരുമേ ദേവ സർവകാര്യേഷു സർവദാ. ഭാരതഖണ്ഡത്തിൻ്റെ പടിഞ്ഞാറ് തീരത്ത് ഗോകർണ ക്ഷേത്രം മുതൽ തെക്ക് കല്യാണപുരം പുഴ വരെയും ഭദ്രഗിരി കടവ് വരെയും കർണാടക നാടെന്നും അവിടെ നിന്ന് തെക്ക് കാസർഗോഡ് താലൂക്ക് പയസ്വിനി നദി വരെയും ചന്ദ്രഗിരി കടവ് വരെയും തുളുനാടെന്നും അതിന് തെക്കായി കേരളമെന്നും പുരാണത്തിൽ പ്രതിപാദിക്കുന്നു. ഈ തുളുനാടിൻ്റെ തെക്കേ അതിർത്തിയിലുണ്ടായിരുന്ന കുമ്പളസീമ, വടക്ക് സീരേപ്പുഴ, തെക്ക് പയസ്വിനി നദി അതിർത്തികളായി അറബിക്കടലിന് കിഴക്കായി അടൂർ വരെ വ്യാപിച്ചു കിടന്ന് ബേളയ്ക്ക കിഴക്ക് 1000-ഉം പടിഞ്ഞാറ് 2000-ഉം കൂടി ആകെ 3000 ആൾബലമുള്ളതായിരുന്നു. അടൂർ, മധൂർ, കാവ്, കണിപുര എന്നിങ്ങനെ 4 ക്ഷേത്രങ്ങൾ കുമ്പളസീമയുടെ രാജാവായ മായിപ്പാട് രാജകുടുംബത്തിൽപ്പെട്ട ജനങ്ങളുടെ പ്രധാനപ്പെട്ട ആരാധനാ സ്ഥലങ്ങളായിരുന്നു. അടൂരും മധൂരും ശൈവക്ഷേത്രങ്ങളാണെങ്കിൽ കാവ്, കണിപുരങ്ങൾ വൈഷ്ണവ ക്ഷേത്രങ്ങളാണ്. കാസർഗോഡ് നഗരത്തിൽ നിന്ന് 7 കിലോമീറ്റർ വടക്ക് കിഴക്കായി മധൂർ ഗ്രാമം സ്ഥിതി ചെയ്യുന്നു. ചുറ്റുപാടിലും ഉയർന്ന മലകൾ, അവയുടെ അടിത്തട്ടിലായി ഫലഭാരത്താൽ നമ്രശിരസ്കരായി നിൽക്കുന്ന തെങ്ങ്, കവുങ്ങ്, വാഴത്തോട്ടങ്ങൾ. പച്ചവർണ്ണം കൊണ്ട് കൺമനം കുളിർപ്പിക്കുന്ന വയലിൻ്റെ മധ്യത്തിൽ തെക്ക് നിന്ന് വടക്കായി ഒഴുകുന്ന മധുവാഹിനി പുഴയുടെ തീരത്ത് കിഴക്ക് മുഖമായി ശോഭിക്കുന്ന ഗജപൃഷ്ഠാകൃതിയോടുകൂടിയ 3 നിലകളുള്ള ശ്രീ മദനന്തേശ്വര സിദ്ധി വിനായക ക്ഷേത്രം. ശിവായ ഓം നമഃ ശിവായ ഓം നമഃ ശിവായ. ശ്രീക്ഷേത്രം ഗജ ആയത്തിലാണ് നിർമ്മിക്കപ്പെട്ടത്. പിൻഭാഗം ഗജപൃഷ്ഠത്തെ പോലെ 3 നിലകളോട് കൂടിയതും മുൻഭാഗം കലാസൃഷ്ടികളോടും കൂടി തനതായ ശ്രേഷ്ഠതയോടെ നിലകൊള്ളുന്നു. ഗജ ആയം ജീവിതത്തെ തേജോമയമാക്കി സർവവിധ ഐശ്വര്യങ്ങളെയും പ്രദാനം ചെയ്യുന്നു. ഗജപൃഷ്ഠരൂപം പുരാതന ബൗദ്ധന്മാരുടേതാണത്രേ. തീരപ്രദേശത്താണ് ഇത് കൂടുതലായി കാണപ്പെടുന്നത്. ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ ശിവശക്തി ക്ഷേത്രങ്ങളാണെന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. തീരപ്രദേശത്തെ കോരിച്ചൊരിയുന്ന മഴയും കാലാവസ്ഥയും ഇവയുടെ നിർമ്മാണത്തിൽ വളരെയേറെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഇത് വിദേശീയരായ പണ്ഡിതരെ ആകർഷിച്ചു എന്ന് മാത്രമല്ല, ഇതിൻ്റെ രചനയിൽ നേപ്പാൾ ശൈലിയുടെ സ്വാധീനവും ഉണ്ടായി എന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ഇനി ശ്രീക്ഷേത്രത്തെ സംബന്ധിച്ച ഐതിഹ്യങ്ങൾ. ശ്രീകോവിലിലുള്ള ശിവലിംഗം കല്ലുകൊണ്ട് കൊത്തി ഉണ്ടാക്കാത്ത വിധം പ്രത്യേക രീതിയിലാണിരിക്കുന്നത്. ഈ വിഗ്രഹം നെറ്റിയുടെ ഭാഗത്ത് എന്തോ കൊണ്ട് മുറിഞ്ഞ അടയാളത്തോടു കൂടിയാണുള്ളത്. ഇതിന് പ്രസിദ്ധമായ അടിസ്ഥാന ഐതിഹ്യങ്ങളുണ്ട്. മധൂർ ക്ഷേത്രത്തിൽ നിന്ന് 1.5 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറായി പഴയ കാലത്ത് കുറ്റിച്ചെടികളും വള്ളികളും മരങ്ങളും നിറഞ്ഞ പ്രദേശമായിരുന്നത്രേ. ഒരിക്കൽ മദരു എന്ന ഹരിജൻ സ്ത്രീ തോലരിയുമ്പോൾ അവിടെ നിന്നും രക്തമൊഴുകുവാൻ തുടങ്ങിയത്രേ. ഇത് കണ്ട് ആ സ്ത്രീ ഉത്കണ്ഠാകുലയായി സ്വജനങ്ങളോട് പ്രസ്തുത സംഗതിയെ അറിയിച്ചപ്പോൾ അവരെല്ലാം കൂടി സീമയുടെ രാജാവ് ഉള്ളിടത്ത് പോയി ഭയചകിതരായി നടന്ന സംഭവം രാജാവിൻ്റെ തിരുമുമ്പിൽ അറിയിച്ചു.
രാജാവ് പരിവാരത്തോടുകൂടി നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും അകമ്പടിയോടെ സ്ഥലം സന്ദർശിച്ച് ഇങ്ങനെ അരുളി ചെയ്തു: ഇത് സാധാരണ ഒരു ശിലയല്ല, എന്തോ ദൈവിക ശക്തി ഇതിനുണ്ട്. പിന്നെ ഒട്ടും താമസിച്ചില്ല. ഒന്നിച്ചു ചേർന്ന് സർവരും ഒരേ സ്വരത്തിൽ, വെള്ളമുള്ള പ്രശസ്തമായ സ്ഥലത്ത് പ്രത്യക്ഷമാകുമെങ്കിൽ അവിടെ മന്ദിരം നിർമ്മിച്ച് പൂജിക്കും എന്ന് വളരെ ഭയഭക്തിയോടുകൂടി പ്രാർത്ഥിച്ചതിന് പ്രകാരം വിഗ്രഹം മധുവാഹിനി തീരത്ത് കണ്ടു അത്രേ. ആ പ്രദേശത്ത് സ്വഭാവ വിദ്വേഷം മറന്ന് പുലി, പശുക്കൾ സ്നേഹത്തോടെ വിഹരിക്കുന്നത് കണ്ട് അവർ ഇത് തന്നെയാണ് യുക്തമായ സ്ഥലമെന്ന് തീർച്ചപ്പെടുത്തി അവിടെ തന്നെ ക്ഷേത്രം നിർമ്മിച്ച് ആരാധിക്കുവാൻ തുടങ്ങിയെന്നാണ് ഐതിഹ്യം. നിർവികാര നിർലിപ്ത നിർദേഹ നിരഞ്ജനായ ത്രിലോക സഞ്ചാര ത്രിനേത്രരൂപാ ത്രയംബകായ ഭക്തജന ദാരിദ്ര്യ വിധ്വംസകായ വിമുക്ത ചൈതന്യ രൂപായ നമസ്തേ 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 ശ്രീ മഹാനന്ദീശ്വരായ നമഃ ശ്രീ മഹാനന്ദീശ്വരായ നമഃ. ഉളയത്തടുക്കയിൽ മദരുവിൻ്റെ കത്തി കൊണ്ടതിൻ്റെ ഫലമായി ശിലയിൽ നിന്നും രക്തം കിനിയുന്നത് കണ്ട് സീമയുടെ രാജാവിനോട് അറിയിച്ചപ്പോൾ അദ്ദേഹം വന്ന് ആശ്ചര്യപ്പെട്ട് അടുത്തുള്ള നീലേശ്വരം രാജാവിനോട് ചർച്ച നടത്തുകയുണ്ടായി. നീലേശ്വരം രാജാവ് ഈ ദൈവീകമായ മഹത്വം മനസ്സിലാക്കി തൻ്റെ ആശ്രയത്തിലുള്ള നിപുണരായ തന്ത്രിവര്യന്മാരെ പറഞ്ഞുവിട്ടു. അവരുടെ നിർദ്ദേശപ്രകാരം സീമയുടെ രാജാവ് മധുവാഹിനി തീരത്ത് പുലി, പശുക്കൾ സ്വഭാവ വൈരം മറന്ന് സൗഹാർദ്ദത്തോടുകൂടി നടക്കുന്ന സ്ഥലം മനസ്സിലാക്കി അവിടെ അമ്പലം പണിത് ആ ചൈതന്യമുള്ള ശിലയെ പ്രതിഷ്ഠിച്ച് പൂജാതി കർമ്മങ്ങൾ യഥാക്രമം നടത്തുവാനുള്ള ഏർപ്പാടുകൾ ചെയ്തു. പിന്നീട് ആ തന്ത്രി കുടുംബക്കാർ സമീപത്തുള്ള ഉളിയയിൽ താമസമുറപ്പിച്ചുവെന്ന് മനസ്സിലാക്കുന്നു. ഈ കുടുംബക്കാർ ഇപ്പോഴും ഇവിടേക്ക് അടുത്തുള്ള പറക്കില ക്ഷേത്രത്തിൻ്റെ താന്ത്രിക കർമ്മങ്ങൾ നിറവേറ്റി വരുന്നു. ആ ക്ഷേത്രത്തിൻ്റെ ഭരണവും അവർക്ക് തന്നെയാണ്. അവിടെ ശ്രീ ശാസ്ത മഹാദേവന്മാരുടെ ശ്രീകോവിലുകൾ കൂടാതെ ഗണപതിക്ക് ഒരു പ്രത്യേക ശ്രീകോവിൽ കൂടിയുണ്ട്. പ്രസ്തുത ഗണപതിയുടെ വിഗ്രഹം മധൂരിലെ ഗണപതിയെപ്പോലെ തന്നെയുള്ളത് ഒരു വിശേഷാൽ സംഗതിയാണ്. ഇനി ഭിത്തിയിൽ ഉദ്ഭവിച്ച ഗണപതി. മധുവാഹിനി തീരത്ത് പ്രത്യക്ഷപ്പെട്ട ശ്രീദേവന് സീമയുടെ രാജാവ് തങ്ങളുടെ പ്രാർത്ഥന പ്രകാരം ക്ഷേത്രം പണിത് ക്രമാനുഗതമായ പൂജാതി കർമ്മങ്ങൾ യുക്തമായ വിധം നടത്തുവാനുള്ള വ്യവസ്ഥ ചെയ്തു. ക്ഷേത്രത്തിന് തന്ത്രിവർമ്മന്മാരെയും പൂജാരികളെയും നിയമിച്ചു. തന്ത്രിമാരുടെ നിർദ്ദേശപ്രകാരം നിത്യ നൈമിത്തിക പൂജകൾ, വാർഷികോത്സവങ്ങൾ നടക്കുമായിരുന്നു. അവർ വരുമ്പോൾ വീട്ടിലുള്ള വീട്ടുകാർ, കുട്ടികളും വരും. മുതിർന്നവർ നടത്തുന്ന പൂജാതി കർമ്മങ്ങളെ സദാ വീക്ഷിക്കുന്ന കുട്ടികൾ അവയെ തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ അനുകരിക്കുന്നത് സാധാരണയാണ്, സ്വാഭാവികമാണ്. ഒരിക്കൽ മുതിർന്നവരുടെ കൂടെ ഉത്സവത്തിന് ക്ഷേത്രത്തിലേക്ക് വന്ന കുട്ടികൾ തങ്ങളുടെ ബാല്യസഹജമായ കളികൾ കളിച്ചുകൊണ്ട് മുതിർന്നവർ കാണാതെ ക്ഷേത്രത്തിൻ്റെ ഒരു വശത്ത് ഭിത്തിയിൽ ഗണപതിയുടെ ചിത്രം വരച്ച് പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് പൂജിച്ചുകൊണ്ട് മുതിർന്നവർ പൂജാകർമ്മത്തിനായി കൊണ്ടുവന്നിരുന്ന അരിപ്പൊടി വെള്ളത്തിൽ കലക്കി ഉരുളയാക്കി നിവേദ്യം നടത്തി ശ്രദ്ധ ഭക്തി പുരസരം പൂജയിൽ തന്മയത്വം പ്രാപിച്ചിരുന്നു അത്രേ. മുതിർന്നവർ വന്നു നോക്കിയപ്പോൾ ഭിത്തിയിൽ വരച്ച ഗണപതിയുടെ ചിത്രം കുട്ടികൾ തങ്ങളെ തന്നെ മറന്ന് നടത്തുന്ന പൂജ, ശ്രദ്ധ ഭക്തികളെ കണ്ട് ആശ്ചര്യം പൂണ്ട് ഇത് ദൈവ സങ്കല്പമായിരിക്കണം എന്ന് ചിന്തിച്ച് വിധിപ്രകാരമുള്ള പൂജ നടത്തിയത്രേ. കുട്ടികൾ പച്ചയായ അരിമാവ് കൊണ്ട് കലക്കി ഉണ്ടാക്കിയ ഉരുളയുടെ പ്രതീകമായി വെല്ലം ചേർക്കാത്ത, പൂർണ്ണമായി വേവാത്ത പച്ചപ്പത്തിൻ്റെ നിവേദ്യം അന്നു മുതൽ തുടങ്ങി ഇന്ന് വരെ തുടർന്നു പോരുന്നു. പിന്നീട് കടു ശർക്കര പാക്ക എന്ന കൂട്ടുപയോഗിച്ച് ഈ ചിത്രത്തിൻ്റെ മുന്നോട്ട് തള്ളിയുള്ള ശില്പം നിർമ്മിച്ചുവെന്നും അവിടെ തന്നെ ചെറിയ വാതിലോട് കൂടിയ ശ്രീകോവിൽ നിർമ്മിച്ചുവെന്നും ഐതിഹ്യമുണ്ട്. മഹാഗണപതിയുടെ ഈ വിഗ്രഹം ഒരാൾ ഉയരത്തോടുകൂടി തുമ്പിക്കൈ വലതുഭാഗത്തേക്ക് തിരിഞ്ഞിരുന്ന രീതിയിലുള്ളത് ഒരു പ്രത്യേകതയാണ്. ഇവിടെ ഗണപതിക്ക് അഭിഷേകം നടത്തുന്നില്ല, പകരം പ്രോഷണ്യം നടത്തുകയാണ് പതിവ്.
ഗജമുഖനും മഹാകായനും ലംബോധരനുമായ ഗണപതി ചെറിയ എലി വാഹനമാക്കി തൻ്റെ മഹിമ കാണിച്ചതുപോലെ മുതിർന്നവരുടെ മുമ്പിൽ ഇളയവർ എങ്ങനെ വേണമെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത് പോലെ ആദ്യ പൂജ നടത്തപ്പെടുന്ന ഹേരമ്പൻ ആഠ്യത്തമില്ലാത്ത ചെറിയ ശ്രീകോവിലിനുള്ളിൽ നിലനിന്നുകൊണ്ട് ത്രാഹി എന്ന് വന്നവർക്ക് അഭയഹസ്തനായിരിക്കുന്നു. കൃഷ്ണാജിനധരം നാഗയജ്ഞോപവീതിനം ബാലേന്ദു വിലസൻ മൗലിം വന്ദേഹം ഗണനായകം അംബികാ ഹൃദയാനന്ദം മാതൃഭിഃ പരിപാലിതം ഭക്തപ്രിയം മദോന്മത്തം വന്ദേഹം ഗണനായകം ചിത്രരത്ന വിചിത്രാംഗം ചിത്രമാലാ വിഭൂഷിതം ചിത്രരൂപധരം ദേവം വന്ദേഹം ഗണനായകം ഗജവക്ത്രം സുരശ്രേഷ്ഠം കർണചാമരഭൂഷിതം പാശാങ്കുശധരം ദേവം വന്ദേഹം ഗണനായകം മൂഷികോത്തമമാരൂഹ്യ ദേവാസുരമഹാഹവേ യോധുകാമം മഹാവീര്യം വന്ദേഹം ഗണനായകം യക്ഷകിന്നരഗന്ധർവ സിദ്ധവിദ്യാധരൈ സദാ സ്തൂയമാനം മഹാത്മാനം വന്ദേഹം ഗണനായകം ഇനി ടിപ്പു സുൽത്താൻ്റെ മനപരിവർത്തനം. ക്രിസ്തുവർഷം 1784 ടിപ്പു സുൽത്താൻ കുമ്പളസീമയ്ക്ക് ആക്രമണം നടത്തി. മധൂരിലേക്കും വന്ന് ശ്രീക്ഷേത്രത്തിൻ്റെ ഗോപുരം അകത്തുള്ള ശ്രീകോവിലുകളെയെല്ലാം കേടുവരുത്തുന്നതിനിടയിൽ ദാഹം കൊണ്ട് ക്ഷീണിതനായി അദ്ദേഹം അവിടെയുള്ള കിണറിൽ നിന്ന് വെള്ളമെടുത്ത് കുടിച്ചു അത്രേ. അനന്തരം മാനസിക പരിവർത്തനം കൊണ്ട് അദ്ദേഹം ആക്രമണം നിർത്തി. വന്നതിൻ്റെ തെളിവായി തൻ്റെ കഠാര കൊണ്ട് ചന്ദ്രശാലയുടെ കുറയ്ക്ക് ക്ഷതമേൽപ്പിച്ച് മടങ്ങുകയും ചെയ്തു. ചന്ദ്രശാലയുടെ മേൽക്കുറയുടെ പടിഞ്ഞാറ് ഭാഗത്ത് അതിൻ്റെ അടയാളം ഇന്നും നമുക്ക് കാണാവുന്നതാണ്. ഇനി ശ്രീക്ഷേത്രത്തിൽ ഇതുവരെ നടന്ന അപൂർവ സേവകൾ. 1795 മായിപ്പാടി രാജാവിൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെട്ട മൂടപ്പ സേവ. ഇത് ടിപ്പുവിൻ്റെ ആക്രമണത്താൽ ഭയം പൂണ്ട് കഷ്ടപ്പെടുമ്പോൾ ഭഗവാനെ പ്രാർത്ഥിച്ച നേർച്ചയത്രേ. അദ്ദേഹത്തിൻ്റെ ഭയം നീങ്ങി ശാന്തി സമാധാനം കൈവന്നപ്പോൾ വൈഭവത്തിൻ്റെ ഈ മൂടപ്പ സേവ നടത്തപ്പെടുകയുണ്ടായി. 1797 സീമയുടെ മഹാപ്രധാനിയായിരുന്ന കൂടലു വലിയ സുബ്ബയ്യ ശ്യാനുഭാഗരുടെ നേതൃത്വത്തിൽ നടന്ന രണ്ടാം മൂടപ്പ സേവ. മുകളിൽ പ്രസ്താവിച്ചിരിക്കുന്ന 2 സേവകളും നടത്തപ്പെട്ടതിനെ സംബന്ധിച്ച് മായിപ്പാടി രാജകൊട്ടാരത്തിലും കൂടലു തറവാടിലും ലിഖിതങ്ങളുണ്ട്. ഈ ലിഖിതങ്ങളാണ് പിന്നീട് നടന്ന മൂടപ്പ സേവകൾക്ക് വഴികാട്ടിയായത്. 1962 അഷ്ടബന്ധ ബ്രഹ്മകലശം നടക്കുകയുണ്ടായി. 1962 ഏപ്രിൽ 6 മുതൽ 10 വരെ അതുവരെ ആരും തന്നെ കണ്ടറിയാത്ത ജനങ്ങളുടെ മനസ്സിൽ മാത്രമുണ്ടായിരുന്ന വളരെ വൈഭവം നിറഞ്ഞ മൂടപ്പ സേവ നടക്കുകയുണ്ടായി. 1965 ഫെബ്രുവരി 19 മുതൽ 48 ദിവസക്കാലം അമിതമായ ഉത്സാഹത്തോടുകൂടി ശ്രീ ശൃംഗേരി സ്വാമികളുടെ സാന്നിധ്യത്തിൽ ശ്രേഷ്ഠമായ നിലയിൽ ശ്രീ സിദ്ധിവിനായക കോടി നാമാർച്ചന നടന്നു.
1982 ഒക്ടോബർ 17 ശ്രീ മഹാഗണപതി യജ്ഞവും അതേ മാസം 31 തീയതി നവഗ്രഹ യജ്ഞവും നടന്നു. 1982 ഡിസംബർ 28 ശ്രീ രാമചന്ദ്രാപുര രാഘവേശ്വര ഭാരതി സ്വാമികളുടെ സാന്നിധ്യത്താൽ രുദ്രയാഗം നടന്നു. 1986 ജനുവരി 21 മുതൽ 28 വരെ ഋക് സംഹിത യാഗവും സഹസ്ര നാളീകര മഹാഗണപതി യാഗവും നടന്നു. 1990-91 ഈ ഗ്രാമത്തിലെ ബേള, കുമാരമംഗല, സീതംഗോളി എന്നിവിടങ്ങളിൽ ആണവ നിലയം സ്ഥാപിക്കുന്നതിന് തീരുമാനിക്കുകയും അതിനുവേണ്ടി സ്ഥലം സ്വാധീനപ്പെടുത്തുന്നതിനും നടപടികൾ ആരംഭിച്ചു. ഇവിടുത്തെ ജനങ്ങളുടെ പുരയിടം, വയൽ, ഫലവൃക്ഷങ്ങൾ, ക്ഷേത്രം, ആരാധനാലയങ്ങൾ എന്നിവ നശിക്കുന്നതോടൊപ്പം പുരാതന പുണ്യക്ഷേത്രമായ മധൂരിനും കേടുവരുമെന്ന ഭീതിയിൽ നിവേദന പ്രതിഷേധങ്ങൾ നടത്തിയതിലും പ്രയോജനമൊന്നും കാണാത്തതിനാൽ ഇനി ദൈവം മാത്രമാണ് രക്ഷയെന്ന് കണ്ട് ഗ്രാമത്തിലെ എല്ലാവരും ഒത്തുചേർന്ന് ഈ കഷ്ടപ്പാടിൽ നിന്നും രക്ഷിച്ചാൽ ശ്രീ മഹാഗണപതിക്ക് വിശേഷാൽ മൂടപ്പ സേവ നടത്താം എന്ന് പ്രാർത്ഥിച്ചു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ആണവ നിലയം സ്ഥാപിക്കുന്നതിൻ്റെ കാര്യം ഉപേക്ഷിച്ചിരിക്കുന്നതായി സർക്കാർ പ്രസ്താവിച്ചു. 1992 വളരെ വൈഭവത്തോടുകൂടി മൂടപ്പ സേവ നടന്നു. ഇത് ശ്രീ മഹാഗണപതിയുടെ മഹിമയ്ക്കും മഹത്വത്തിനും മറ്റൊരു ഉദാഹരണമാണ്. 1992 അഷ്ടബന്ധ ബ്രഹ്മകലശം കഴിഞ്ഞ് ഏപ്രിൽ 4 മൂടപ്പ സേവ, അന്നദാനം തുടങ്ങിയ മഹത് കർമ്മങ്ങളോടുകൂടി അതിശയകരമായ രീതിയിൽ വൈഭവത്തോടെ നടന്നു. ശ്രീവിഘ്നരാജം ഭജേ, ശ്രീവിഘ്നരാജം ഭജേ, ശ്രീവിഘ്നരാജം ഭജേ, ശ്രീവിഘ്നരാജം ഭജേ. ഇത്തരത്തിലുള്ള നൂറുകണക്കിന് ചെറിയ വലിയ അത്ഭുതകരമായ മഹിമകളെ കൂടെ ഭക്തജനങ്ങൾക്ക് പ്രത്യക്ഷമായി കാണിച്ച് ഭക്തരുടെ പ്രവാഹം തന്നെ ഒഴുകിയെത്തും വിധം ലോക കല്യാണകാരണനായി വലിയ മഹത്വമുള്ള ദേവനായി ഏകദന്തൻ അനുഗ്രഹിക്കുന്നു. ലോക സമസ്ത സുഖിനോ ഭവന്തു. ദക്ഷിണ ഭാരതത്തിൻ്റെ പ്രസിദ്ധ ദേവാലയങ്ങളിലൊന്നായ മധൂർ ശ്രീ മദനാന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തിൻ്റെ സമഗ്ര ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനം നടന്നുവരികയാണല്ലോ. ക്ഷേത്ര നവീകരണം എന്നത് ഭക്തജനങ്ങളുടെ ചിരകാല അഭിലാഷമാണ്. ക്ഷേത്രത്തിൻ്റെ ഇതുവരെയുള്ള എല്ലാ അഭിവൃദ്ധിയും ഭക്തജനങ്ങളുടെ അകമഴിഞ്ഞ സംഭാവനകൾ കൊണ്ട് മാത്രമാണ്. ക്ഷേത്ര നവീകരണം പൂർത്തിയാക്കുന്നതിന് ഏകദേശം 25 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്നു. ഭക്തരുടെ നിർലോഭമായ സംഭാവന മാത്രമാണ് ക്ഷേത്രത്തിൻ്റെ സമ്പദ്ഘടനയ്ക്ക് ആധാരം. നമ്മുടെ ആധ്യാത്മികവും സാംസ്കാരികവുമായ പാരമ്പര്യത്തിൻ്റെ പ്രതീകമാണ് മധൂർ ക്ഷേത്രം. അത് അടുത്ത തലമുറയ്ക്ക് കൈമാറുക എന്ന മഹത്തായ കടമ നമ്മൾ ഓരോരുത്തരിലും നിക്ഷിപ്തമാണല്ലോ. നമ്മുടെ ആയുഷ്കാലത്തിൽ നടക്കുന്ന ഈ ചരിത്രപരമായ പുണ്യകർമ്മത്തിൽ താങ്കൾ എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകി ക്ഷേത്ര നവീകരണത്തിൽ പങ്കാളിയാവണമെന്ന് സദയം അഭ്യർത്ഥിക്കുന്നു. ക്ഷേത്ര നവീകരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ താഴെ പറയുന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. വെബ്സൈറ്റ് info@mathurtemplerenovation.com